കേരളം മുഴുവൻ ഒരു UDF തരംഗമുണ്ടായെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി മാത്രം ഒരു ചുവന്ന തുരുത്തായി അവശേഷിച്ചു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അവിടുത്തെ MLAയും ഇപ്പോൾ ജയിച്ച ജനീഷ് കുമാറാണ്. എന്തു തോന്നുന്നു? കോന്നിയിലെ ജനങ്ങളോട് വലിയ നന്ദിയുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർ നൽകിയിട്ടുള്ള ഈ സ്നേഹത്തിന് കോന്നിയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു. കോന്നിയിൽ ഇത്തവണ ഞങ്ങൾ കോൺഗ്രസിനെ മാത്രമല്ല പരാജയപ്പെടുത്തിയിട്ട് കോൺഗ്രസും BJP ഒന്നിച്ച് മത്സരിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലമാണ് കോന്നി. അവരുടെ A ക്ലാസ് മണ്ഡലമാണ് കോന്നി. അവിടെ 46,000-ഓളം വോട്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി നേടിയതാണ്. 19-ൽ 39,000 കഴിഞ്ഞ തവണ 32,000 ഇത്തവണ ആ സീറ്റാണ് BDJSന് കൊടുക്കുന്നത്. ആ BDJSന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ UDF കൺവീനർക്ക് അവിടെ മത്സരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയായിരുന്നു. ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തത്. അതിന്റെ ഭാഗമായി 32,000 വോട്ട് നേരെ 15,000 വോട്ടായി കുറയുന്നു. ആ 15,000 വോട്ടായി കുറയുമ്പോൾ അവർ രണ്ടും ഒന്നിച്ചായിരുന്നു ബൂത്ത് തലത്തിൽ പോലുമുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കോന്നിയിൽ വിജയിച്ചിട്ടുള്ളത്. തുടർന്നും കോന്നിയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ അവരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. ഇപ്പം മുഖ്യമന്ത്രി ആയാലും ഇപ്പം ഇവിടെ മന്ത്രി വീണ ജോർജ് ആയാലും മിക്കവാറും ബൂത്തുകളിലെല്ലാം പുറകിലായിരുന്നു. എന്തു തോന്നുന്നു? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഞങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും. കാരണം ജനം ആഗ്രഹിക്കാത്തത് എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തി മുമ്പോട്ട് പോകും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി എല്ലാം അങ്ങ് ഒലിച്ചുപോയി എന്നല്ല. ഇതിനു മുമ്പും ഇതിലെല്ലാം വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് എങ്ങനെയാണോ തിരിച്ചു വന്നത് അതേ വേഗത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം തിരിച്ചു വരും. ഒരു ഡീലിന്റെ ഭാഗമായിരുന്നോ ഈ വിജയമൊക്കെ? അല്ല, അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞു, നമ്മൾ ഓർമ്മയുണ്ട്, റാന്നി കോന്നി മണ്ഡലങ്ങളിൽ ഡീല്. അപ്പോൾ ഇപ്പം നമുക്ക് തോന്നുന്നത് കറക്റ്റാണ്. കാരണം UDF ട്രെൻഡ് കേരളത്തിലാകെ ആഞ്ഞടിക്കുമ്പോൾ നേമത്തും കഴക്കൂട്ടത്തും BJP ജയിക്കുമ്പോൾ മുരളീധരൻ പിടിച്ചതിൽ 10,000-ഓളം വോട്ട് താഴെയാണ് ശബരിനാഥൻ പിടിക്കുന്നത്. SS ലാൽ പിടിച്ചതിൽ ആയിരക്കണക്കിന് വോട്ടിന് പുറകിലാണ് നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടത്ത് പിടിച്ചത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ BJP അവിടെ ജയിക്കുന്നത്. അതേസമയം റാന്നി കോന്നി മണ്ഡലങ്ങളിൽ റാന്നി സത്യത്തിൽ പ്രമോദ് നാരായണനാണല്ലോ ജയിച്ചത്. 2020 കൊടുത്ത് BJP വോട്ട് അപ്പാടെ അപ്പുറത്ത് പോയതുകൊണ്ടാണല്ലോ പ്രമോദ് നാരായണൻ തോൽക്കുന്നത്. അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കോന്നി പോലൊരു മണ്ഡലത്തിൽ BJP ഇപ്പോൾ ഒരു BDJ സ്ഥാനാർത്ഥി നിർത്തിയിട്ടും വിജയം ജനീഷ് കുമാറിനായിരുന്നു. അല്ല, ഒരു ഘട്ടത്തിലും അവർക്കറിയാം നേരായ നിലയിൽ വന്നാൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ധാരണയുണ്ട്. അതിനാണ് ഈ വഴികളെല്ലാം അവർ സ്വീകരിച്ചത്. പക്ഷെ അവർ ആ വഴികൾ സ്വീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർ പോകുന്ന ആ വഴിയിലൂടെയാണ്. ഞങ്ങൾ ആ വഴി മറികടക്കാനുള്ള മറുവഴികൾ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം അവരൊന്നാണ് എന്ന പ്രചരണം ഞങ്ങൾ ആദ്യം തൊട്ടേ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയതും അതിനെ അതിജീവിച്ചതും വിജയിച്ചതുമെല്ലാം. കോന്നിയിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം തുടരുമല്ലേ? തീർച്ചയായും കോന്നിയിൽ തുടങ്ങിവെച്ച ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിവേഗം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ അതിവേഗം അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കോന്നിയെ മറ്റൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയും പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അതുപോലെ തന്നെ ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിന്നു. എന്തായാലും കേരളത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലെ ജനങ്ങൾ LDFനൊപ്പം നിന്നു എന്ന് തന്നെ പറയാം. ക്യാമറമാൻ രതീഷ് മണബിശ്വലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.